തീർച്ചയായും വലിയ രീതിക്കുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് യാതൊരു വിധത്തിലും ആ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് കടത്താനായി ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നിലവിൽ സ്ഥലത്ത് ACP ഉൾപ്പെടെ തൃശ്ശൂർ ACP ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും പക്ഷേ BJP നിലപാടെടുത്തിരിക്കുന്നത് യാതൊരു വിധത്തിലും ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രവേശിക്കുന്നില്ല. ആരെങ്കിലും ഇത്തരത്തിൽ ചാണകവെള്ളം തെളിക്കാനോ അല്ലെങ്കിൽ പ്രതിഷേധിക്കാനോ ആയി ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിനെ കർശനമായി അല്ലെങ്കിൽ കൃത്യമായി തന്നെ തടയുമെന്ന് തന്നെയാണ് BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഗൂഢാലോചനയുണ്ട്. TN പ്രതാപൻ MP-ക്ക് എതിരെ ഉൾപ്പെടെ അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ അസഹിഷ്ണുത പൂണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസിൻ്റെ യുവജന സംഘടനകളെ ഇറക്കി വിട്ടിരിക്കുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇറങ്ങി വന്നപ്പോൾ പോലീസ് എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു ചോദ്യമാണ് BJP ചോദിക്കുന്നത്. കാരണം മറ്റാരും അറിയാതെ ഈ സമരം നടത്തുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് എങ്ങനെ ഇവിടെ സ്ഥലത്തെത്തി, ഇതിൽ പോലീസിൻ്റെ ഗൂഢാലോചനയുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴും സ്ഥലത്ത് നിന്ന് ഇരു വിഭാഗങ്ങളും പിരിഞ്ഞു പോയിട്ടില്ല. ഇരു വിഭാഗങ്ങളും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് ACP ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതുവരേക്കും അതിലൊരു കൃത്യമായ ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ട നടപടികളൊന്നും തന്നെ ആയിട്ടില്ല. ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ വെല്ലുവിളിയുടെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ KSUക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ വന്നു കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്കൊരു സംഘർഷത്തിന് ഒരു ആഹ്വാനം നൽകുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ജില്ലാ പ്രസിഡന്റ് ഭാഗത്തുകൂടി നിന്നുകൂടിയാണ് അത് കൂടുതൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകില്ല. എന്തായാലും ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശാന്തമായ രീതിയിൽ കുത്തിയിരുന്ന സമരം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഇരു വിഭാഗത്തിലെ സമീപനങ്ങൾ വരുന്നത്? BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് യാതൊരു കാരണവശാലും പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദി അതിപ്പോൾ നിലവിൽ BJP പ്രവർത്തകർ വാടകയ്ക്കെടുത്തിരിക്കുകയാണ് ഈ പരിപാടിക്ക് വേണ്ടി. അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞ് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരേക്കും യാതൊരു വിധത്തിലും ഒരു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇവിടേക്ക് കടക്കാനായുള്ള ഒരു അനുമതി തങ്ങൾ നൽകില്ല. അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ കായികമായി തന്നെ നേരിടുമെന്നുള്ള കൃത്യമായ ഒരു സൂചന അല്ലെങ്കിൽ കൃത്യമായ ഒരു പരാമർശം തന്നെയാണ് BJP ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. BJPയുടെ നിരവധി നേതാക്കൾ, കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ KSU പ്രവർത്തകരും ഇവിടെയുണ്ട്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഈ പ്രധാനമന്ത്രി പ്രസംഗിച്ച ഒരു വേദിയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ വേദിക്ക് തൊട്ടു പുറകിൽ ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൻ്റെ ശിഖിരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി SPG ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ശിഖിരങ്ങൾ മുറിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ആ ശിഖിരങ്ങൾ മുറിച്ചത് ആചാരപരമായി ശരിയല്ല എന്നുള്ള ഒരു ആരോപണമാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അങ്ങനെ ഈ ശിഖിരങ്ങൾ മുറിച്ച് മാറ്റിയത് ആചാരപരമായല്ല, ആ ആചാര സംരക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും മുന്നോട്ട് വരുന്ന BJP എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ആചാര ലംഘനം നടത്തി എന്നുള്ള ഒരു ചോദ്യം ഇവിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നു. അങ്ങനെ നടന്ന ഒരു സംഭവത്തിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ചാണകവെള്ളം തെളിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ എത്തിയ സമയത്താണ് ഈ നായ്ക്കനാൽ ഭാഗത്തുനിന്ന് സിഗ്നൽ ജംഗ്ഷനിൽ നിന്ന് കവാടം കടന്ന് അകത്തേക്ക് കടക്കുന്ന ഇടത്ത് തന്നെ BJP പ്രവർത്തകർ തടയുകയും അങ്ങനെ ഇരു വിഭാഗങ്ങളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ആദ്യഘട്ടത്തിൽ അത് വാക്കേറ്റം മാത്രമായിരുന്നു എങ്കിൽ പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഈ സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി മരക്കഷ്ണങ്ങളും കമ്പിക്കഷ്ണങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ആക്രമിക്കാനായി ഒരു വിഭാഗം രംഗത്ത് വരികയും അതിനെ ചെറുക്കാനായി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിലയുറപ്പിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്ത് വളരെ കുറവായിരുന്നു. കാരണം ഇത് ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് നേരത്തെ പോലീസിനെ അല്ലെങ്കിൽ ഒരു കണക്കുകൂട്ടൽ പോലീസിന്
നേരത്തെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായി തന്നെ വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഘർഷം ആ ഒരു ഘട്ടത്തിൽ തടയുന്നതിന് വേണ്ടി പോലീസിന് കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് കൂടുതൽ പോലീസുകാരെത്തി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ, അതിനോടൊപ്പം തന്നെ മധ്യസ്ഥ ചർച്ചകൾ, കൂടാതെ ഈ പ്രവർത്തകരെ തൽക്കാലത്തേക്കെങ്കിലും പിരിഞ്ഞു പോകാനായി പോലീസ് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇരുവിഭാഗവും ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. BJP പ്രവർത്തകരുടെ കയ്യിൽ കമ്പിയുണ്ട്, തടിക്കഷ്ണമുണ്ട്. ആ രീതിയിൽ ആക്രോശിച്ച് ഒരു ഭീഷണി മുഴക്കുകയും ആക്രോശിക്കുകയും ചെയ്യുകയായിരുന്നു. കാരണം ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് സംഘങ്ങൾ നിലയുറപ്പിച്ചത്. പിന്നീട് ഇപ്പോൾ KSUവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം അവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അവിടേക്കും മുതിർന്ന നേതാക്കൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? കോൺഗ്രസ് നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കൾ മാത്രമാണുള്ളത്. കോൺഗ്രസ് നേതാക്കൾ ില്ല. കാരണം ഇതൊരു യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഒരു സമരം എന്നുള്ള രീതിക്കാണ് ഇവിടെ ഈ ഒരു സമരം തുടങ്ങിയത്. ഇനിയിപ്പോൾ സംഘർഷാവസ്ഥയായ നിലയ്ക്ക് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്താൻ സാധ്യതയുണ്ട്. കാരണം BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെയും DCCയുടെയും നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്താനായുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ അവരൊന്നും തന്നെയില്ല. പക്ഷേ ഇപ്പോഴും ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. ഇവിടെ നായ്ക്കനാൽ സിഗ്നൽ ജംഗ്ഷനിൽ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം തുടരുകയാണ്. സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വേദിയിലേക്ക് ചാണക പ്രതിഷേധവുമായി എത്തിയ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് കടുത്ത പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ സംഘർഷം അതിരുവിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചാണകം തളിക്കാനായി മുന്നിട്ട് നിൽക്കുന്ന KSU പ്രവർത്തകരെയാണ് കാണുന്നത്. അതേസമയം തന്നെ മറുവശത്ത് പ്രധാനമന്ത്രിയുടെ വേദി ഒരുങ്ങിയിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറുക്കുമെന്ന് ശക്തമായ ഭാഷയിൽ BJP ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘം ആക്രോശിക്കുന്നുണ്ട്, മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്. പോലീസിന് സ്ഥിതി നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം. പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് നേരെയും ആക്രോശിക്കുന്നു BJP പ്രവർത്തകർ. ഇരുവിഭാഗത്തു നിന്നും പോർവിളി. KSUവും യൂത്ത് കോൺഗ്രസും സംഘടിക്കുമ്പോൾ മറുവശത്ത് BJP ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രവർത്തകർ സംഘടിക്കുന്നു, പോർവിളിക്കുന്നു കയ്യാങ്കളിയിലേക്ക്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുകയാണ്. KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും വാഹനത്തിലേക്ക് കയറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രവർത്തകരെ കയറ്റുകയാണ്. പോലീസ് ഈ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ഈ പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് BJP പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഭാഗം പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതോടുകൂടി ഇവിടുത്തെ സംഘർഷാവസ്ഥയ്ക്ക് നിലവിൽ അയവ് വരും. ഇവിടുത്തെ സംഘർഷാവസ്ഥ ഒഴിവാകും എന്ന് തന്നെയാണ് പോലീസ് കണക്കാക്കുന്നത്. പക്ഷേ അപ്പോഴും BJP പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും സംഭവ സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹം നിലവിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തി. അങ്ങനെയാണ് ഇവിടെ നിന്നും ഈ KSU പ്രവർത്തകരെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ഈ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? മറുവശത്ത് BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് എന്ത് നീക്കമാണ് നടത്തുന്നത്?
ഇവിടേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നിലവിൽ നീക്കിയിരിക്കുന്നത്. മറ്റ് BJP പ്രവർത്തകർ ഇപ്പോഴും സ്ഥലത്ത് തന്നെയുണ്ട്. ഇതോടുകൂടി ഒരു വിഭാഗം പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയതോടുകൂടി ഇവിടുത്തെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് നിലവിൽ ഉള്ളത്. സ്ഥലത്ത് ഇപ്പോഴും BJP പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും KSU യൂത്ത് കോൺഗ്രസ് എല്ലാവരെയും തന്നെ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനിടയിൽ ഇവിടെ കല്ലേറുണ്ടായി. ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് അടിക്കാനായി ഒരു വിഭാഗത്ത് നിന്നും ആളുകൾ എത്തുകയും ചെയ്തു. ഇവിടെ ഉപയോഗിച്ച ശേഷം വെച്ചിരുന്ന കരിക്ക് ഉൾപ്പെടെയുള്ളവ ഈ KSU പ്രവർത്തകർക്ക് നേരെ എറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ സ്ഥലത്ത് സംഘർഷാവസ്ഥയിലെ KSUവിൻ്റെ കൊടികൾ ഇപ്പോൾ നിലവിൽ ഈ BJP പ്രവർത്തകർ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ആ പ്രവർത്തകനെ ഉടനടി തന്നെ പോലീസ് അവിടെ നിന്ന് നീക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. BJP പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടില്ല. BJP പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. കാരണം ഇരു വിഭാഗങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ മാത്രമേ ഒരു മണിക്കൂർ നീണ്ട സംഘർഷത്തിന് ഇപ്പോൾ അയവുണ്ടായിരിക്കുന്നു. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച വേദിയിലേക്ക് ചാണകവെള്ളം തെളിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് എത്തുകയായിരുന്നു. ഇത് തടഞ്ഞുകൊണ്ടാണ് BJP ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രവർത്തകർ അതിലേക്ക് എത്തുകയും മുദ്രാവാക്യം വിളിക്കുകയും ഏറ്റുമുട്ടുകയും കയ്യാങ്കളിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തത്. പിന്നീട് പോലീസ് എത്തി കൂടുതൽ പോലീസുകാർ എത്തിക്കൊണ്ട് ഇരു വിഭാഗത്തെയും നിയന്ത്രിക്കുകയായിരുന്നു.